ഇനി വിശുദ്ധ ഖുർആൻ പഠിക്കണവർക്ക് ഒരുപാട് ശ്രേഷ്ഠത ഉണ്ട്, പഠിപ്പിക്കണവർക്കും ഉണ്ട്. ഇതിലേലും നമ്മൾ പഠനം അല്ലെ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, അതിനേക്കാൾ ഉത്തമം വേറില്ല, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്നാണ്. അപ്പോൾ ഒന്നുകിൽ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം. അതാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഖുർആനിൽ ഏറ്റവും ഉത്തമരായ ആൾക്കാർ എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളത്. നോക്കിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന അഫ്ളലക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ അഫ്ളലായ ആളുകൾ, അതിനേക്കാൾ അപ്പുറത്തില്ല കേട്ടോ, അഫ്ളലായ ആളുകൾ, അതിനേക്കാൾ ശ്രേഷ്ഠരായ ആൾക്കാരില്ല, അങ്ങനെയുള്ള ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കി, ഖുർആനിന് വേണ്ടി, ഖുർആൻ പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വീടുകളിൽ നിന്ന് ഒരു വീട്ടിൽ ആളുകൾ ഒരുമിച്ച് കൂടി, അള്ളാഹിന്റെ പള്ളികളുടെ കൂട്ടത്തിൽ ഒരു പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി, യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട്, യതദാറസൂന, അങ്ങനെ അവർക്കിടയിൽ അത് പഠിക്കാൻ വേണ്ടി, ദർസ് നടത്താൻ വേണ്ടി, ചർച്ച ചെയ്യാൻ വേണ്ടി അവരൊരുമിച്ച് കൂടി. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണല്ലോ, ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്ക് സക്കീനത്ത് വന്നിറങ്ങുമെന്നാണ്, സമാധാനം വന്നിറങ്ങുന്നു. അപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടി ഏത് കൗൺസിലർമാരെടുത്തും ഒരു കാര്യമില്ല. ആർക്ക് സമാധാനം കിട്ടണോ, ഖുർആൻ നടക്കുന്ന, ഖുർആന്റെ ക്ലാസ്സിലേക്കും ഖുർആൻ പഠിക്കുന്ന സദസ്സിലേക്കും പോയാൽ സമാധാനം കിട്ടുന്ന അത്ര സമാധാനം ദുനിയാവിൽ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് റുഖിയ ശറയ്യ നടത്തുമ്പോഴേ ഖുർആൻ ഓതി കൊടുക്കണമെന്ന് പറയാൻ കാരണം ഖുർആൻ കിട്ടുന്ന സമാധാനം വേറെ ഒന്നിനും കിട്ടില്ല. അപ്പോൾ അതാണ് ഒന്ന്, ഇല്ലാ നസലത്ത് അലൈഹിമു സക്കീന, ആ ശാന്തത, അത് അങ്ങനെ അന്യോന്യം ദർശനം നടത്തും പഠിക്കും അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സക്കീനത്ത് വന്നിറങ്ങും എന്നാണ് പറഞ്ഞത്. വഗശിയത്തുഹുമുർ റഹ്മ, അതുപോലെ റഹ്മത്ത് അവരെ പൊതിഞ്ഞ് നിൽക്കുന്ന, ആവരണം ചെയ്യുന്ന, മൂടും എന്ന് പറഞ്ഞു. റഹ്മത്താണ് എന്താ? കാരുണ്യം. പിന്നെന്തിനാ വേറെടുക്കലും പോണത്? അള്ളാഹിന്റെ കാരുണ്യത്തിലേറെ വലിയ കാരുണ്യം ദുനിയാവിലുണ്ടോ? അള്ളാഹിന്റെ കാരുണ്യത്തിൽ 100-ൽ1 അംശമാണ് ഈ ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും നൽകിയിട്ടുള്ളത് അല്ലേ. പ്രസവിച്ച് കിടക്കണ ഈ പശു അതിന്റെ കുട്ടിയെ ചവിട്ടാതെ എന്തുകൊണ്ടറിയോ? അള്ളാഹു നൽകിയ കാരുണ്യമാണ് അല്ലേ. കോഴി മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ ഉപദ്രവിക്കാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു നൽകിയ കാരണം. മാതാപിതാക്കൾ മക്കളെ ഏറ്റവും കൂടുതൽ കാരുണ്യത്തോടുകൂടി നോക്കുന്നത് അള്ളാഹു നൽകിയ കാരണം. അതെത്ര ഉള്ളൂ? അത് 100-ൽ1 അംശമുള്ളൂ. ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്ക് നൽകിയത് ആ ഒരു കാരണം. ബാക്കി 99 കാരുണ്യം ബാക്കിയാണ്. അതുകൊണ്ട് എന്തായിരിക്കും? നമ്മളൊക്കെ സ്വർഗത്തിലാകാരാണ് അല്ലേ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.